49ാം അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ പനോരമ വിഭാഗത്തിൽ മമ്മൂട്ടിയുടെ പേരൻപ് കഴിഞ്ഞ ദിവസമാണ് പ്രദർശിപ്പിച്ചത്. മേളയിലെത്തിയവരുടെ ആവശ്യപ്രകാരം സിനിമ ഒരിക്കൽ കൂടി പ്രദർശിപ്പിക്കും. ദേശീയ അവാർഡ് ജേതാവായ റാമും അഭിനയത്തിന്റെ കുലപതി മമ്മൂട്ടിയും ചേർന്നപ്പോൾ പ്രേക്ഷകർക്ക് ലഭിച്ചത് ആസ്വാദനത്തിന്റെ മറ്റൊരു തലമായിരുന്നു. മമ്മൂട്ടിക്കല്ലാതെ മറ്റാർക്കും സാധിക്കാത്ത അഭിനയമാണ് ചിത്രത്തിലേത്. മമ്മൂട്ടിയില്ലെങ്കിൽ പേരൻപുമില്ല എന്നാണ് സംവിധായകൻ പറയുന്നത്. 2009 തിരക്കഥ പൂർത്തിയായി. ആരായിരിക്കണം അമുതവൻ എന്ന് ചിന്തിച്ചപ്പോൾ ഒരു മുഖമേ മനസ്സിൽ വന്നുള്ളൂ, മമ്മൂക്കിയുടേതാണ്. മമ്മൂക്കിയുടെ സുഹൃതം, അമരം, തനിയാവർത്തനം, മൃഗയ ഇതെല്ലാം എൻ്റെ പ്രിയപ്പെട്ട സിനിമകളാണ്. അദ്ദേഹം ഈ സിനിമ ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ ഞാനിത് ഉപേക്ഷിക്കുമായിരുന്നു എന്നായിരുന്നു റാം പറഞ്ഞത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി മമ്മൂട്ടി എന്ന മഹാനടന്റെ അഭിനയ സാധ്യതകൾ വ്യക്തമാക്കുന്ന സിനിമകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 2015 പുറത്തിറങ്ങിയ പത്തേമാരി ഒഴിച്ച് മലയാളികൾക്കും ഇന്ത്യൻ സിനിമയ്ക്കും അഭിമാനമായി മാറുകയാണ് മമ്മൂട്ടി. അതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ഇഫിയിൽ പേരൻപിൻ്റെ കഴിഞ്ഞ ദിവസം നടന്ന പ്രദർശനം. അച്ഛനും മകളും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ കഥ പറയുന്ന ചിത്രമാണ് പേരൻപ്. പത്തേമാരി എന്ന ചിത്രത്തിന് ശേഷം മമ്മൂട്ടിയുടെ ഉജ്ജ്വല തിരിച്ചുവരവ് തന്നെയായിരുന്നു പേരൻപിൽ. അതിന് ഒരു തമിഴ് സംവിധായകൻ വേണ്ടി വന്നു. ഇടിയും അടിയും കുത്തിനിറച്ച് മാസ് പടങ്ങളുടെ പിന്നാലെ ഓടുന്ന മലയാളത്തിലെ സംവിധായകർ കണ്ടു പഠിക്കേണ്ടിയിരിക്കുന്നു റാമിനെയൊക്കെ. മമ്മൂട്ടിയുടെ ഉള്ളു തുറന്ന ശബ്ദത്തിലൂടെയാണ് അമുതവന്റെയും പാപ്പയുടെയും കഥ സംവിധായകൻ പറയുന്നത്. തുടക്കം മുതൽ ഒടുക്കം വരെ മനസ്സ് നീട്ടുന്ന അനുഭവമാണ് പേരൻപ്. കണ്ണു നിറയും പലപ്പോഴും. ചിലപ്പോൾ കൺതടങ്ങളിൽ നിന്നും അവ പുറത്തേക്ക് കുത്തിയൊലിക്കും. പക്ഷേ ജീവിതത്തിൽ കണ്ണുനീരിന് യാതൊരു സ്ഥാനവുമില്ലെന്നാണ് ഒടുക്കം ചിത്രം നമുക്ക് കാണിച്ചു തരുന്നത്. മമ്മൂട്ടി എന്ന അഭിനയ കുലപതിയെ വർണ്ണിക്കാതിരിക്കാനാകില്ല. പ്രദർശനത്തിന് ശേഷം സംവിധായകൻ റാം പറയുന്നതിങ്ങനെ: മലയാളികളുടെ മാത്രമല്ല, ഞങ്ങളുടേത് കൂടിയാണ് അദ്ദേഹം. ഇന്ത്യൻ സിനിമയുടെ മുഖമാണ് മമ്മൂട്ടി. മമ്മൂട്ടിക്കൊപ്പം ഉയരുകയാണ് പാപ്പയായി വേഷമിട്ട സാധനയും. അഭിനയത്തിന്റെ കാര്യത്തിൽ മറ്റു നടിമാർ കണ്ടു പഠിക്കേണ്ടിയിരിക്കുന്നു ഈ കൊച്ചുമിടുക്കിയെ. അമുതവനും അമുതവന്റെ പാപ്പയും നമ്മുടെ മനസ്സിനെ തൊട്ടുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ അവർ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും.